അതൊന്നും വേണ്ട മോളെ. അമ്മ ഇങ്ങനെ പോയാ അച്ഛൻ ഉറപ്പായും ആ സ്ത്രീയെ വിവാഹം ചെയ്യും. അച്ഛനെ കൊണ്ട് അമ്പിക അങ്ങനെ ചെയ്യിപ്പിക്കും. അച്ഛൻ അവരെ വിവാഹം കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ മോളെ. പ്രതാപേട്ട എന്നെ തിരിച്ചു വിളിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് നിനക്ക് വേണ്ടിയാ. എന്റെ മോളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി മാത്രമാ. പിന്നെ പ്രതാപേട്ടന്റെ ജീവിതത്തിലേക്ക് അദ്ദേഹം അറിയാതെയാണെങ്കിലും ഞാൻ വന്നത്. അത് പോട്ടെ, എല്ലാം ഞാൻ സഹിച്ചില്ലേ മോളെ, ഇനിയും സഹിക്കും. ഇനി എങ്ങനെ സഹിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാ പ്രശ്നങ്ങൾക്ക് നേരെയും ഇങ്ങനെ കണ്ണടയ്ക്കരുതമ്മേ. പ്രതികരിക്കേണ്ട കാര്യങ്ങൾക്ക് പ്രതികരിക്കണം. അമ്മ വെറും പാവമായി പോയി. അതെങ്ങനെ പലയിടത്തും തോറ്റുപോകുന്ന. നീതി അമ്മയുടെ ഭാഗത്തായതുകൊണ്ട് അമ്മയ്ക്ക് ജയിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് പോലെ അമ്മ ചെയ്യണം. ചെയ്യോ? ശരി മോളെ. സോറി രാജു, അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണല്ലോ ഇവിടെ പലതും സംഭവിക്കുന്നത്. എന്തായാലും രാജു ക്ഷമിച്ചേക്ക്. ദീപക് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഞാൻ രാജുവിനോട് ക്ഷമ ചോദിക്കുന്നു. ഓഹ്, ഇയാൾ എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട. ഒരു ഉപകാരം ഇയാൾ എനിക്ക് ചെയ്തു തരണം. രാജുവിന് ഒരു ഉപകാരമല്ല, 1000 ഉപകാരം ഞാൻ ചെയ്തു തരും. അയ്യോ വേണ്ടായേ. താൻ ദയവ് ചെയ്ത് എന്റെ അടുത്ത് വരാനോ സംസാരിക്കാനോ പാടില്ല, കേട്ടല്ലോ? ആ ഒരു ഉപകാരം താൻ എനിക്ക് ചെയ്തു തന്നാ മതി. രാജു ഇതുവരെ എന്നെ നീന്നാണല്ലോ വിളിച്ചോണ്ടിരുന്നെ. പെട്ടെന്നെന്താ താനെന്നാക്കിയത്? വേണമെങ്കിൽ മാഡം ഒന്നും വിളിക്കാം, എന്നെ ശല്യപ്പെടുത്താതിരുന്നാ മതി. രാജു എന്നെ നീന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം. ഇയാൾ എന്റെ അടുത്ത് നിന്ന് പോവാവോ? ഇതെന്തൊരു ശല്യ. എന്താ രാജു ഇങ്ങനെ? മൈ മദറിലോ അംബിക വർമ്മയും ഹസ്ബൻഡ് വിട്ടി ദീപക്കും പുറത്തു പോയിരിക്കുക. അതിന് ഇതൊരു നല്ല സമയമാ. ഈ സമയത്തൊക്കെയാ എനിക്ക് എന്റെ രാജുവിനോട് സംസാരിക്കാൻ പറ്റുന്ന. എടോ, തന്നോടല്ലോടോ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. ഈ വക ഉദ്ദേശമായിട്ടൊന്നും എന്റെ മുമ്പിൽ വരരുതെന്ന്. എനിക്ക് തന്നെ ഇഷ്ടമല്ല. പണ്ടേ ഞാനിത് തന്നോട് പറഞ്ഞതാ. അന്നും ഒരു ഗത്യന്തരം ഇല്ലാതെ വന്നതുകൊണ്ടാ തന്റെ കരണം നോക്കി ഞാൻ പൊട്ടിച്ചത്. സ്നേഹിച്ചു പോയിന്നൊരു തെറ്റിന് പരസ്യമായിട്ട് നീ എന്റെ കർണത്തടിച്ചു. ആ മുറിവ് എന്റെ മനസ്സിൽ ഇന്നും ഉണങ്ങിയിട്ടില്ല. ആ വേദന തീരാത്തതാ. അതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. നിക്ക രാജു, ഞാൻ മറ്റാരും ഇവിടെ ഇല്ലാത്ത സിറ്റുവേഷനില് രാജുവിന്റെ അടുത്തേക്ക് വരുന്നത് രാജുവിന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളോണ്ടാ. തനിക്കിഷ്ടമാണെന്ന് കരുതി ഞാനെന്ത് ചെയ്യണം? എടോ, ഇയാളെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഒരു ഭാര്യയുണ്ട്, അവൾ എന്റെ ജീവനാ. ഞങ്ങള് പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച. ദയവ് ചെയ്ത് താൻ ഞങ്ങളുടെ ജീവിതം തകർക്കരുത്. എന്താ രാജു ഇത്? പ്രണയിക്കുന്നത് അത്ര വലിയ പാപമാണോ? വിടും രാജു, പറഞ്ഞു. വിടും, ആരെങ്കിലും കാണും. വിട്. ഇത് തന്നെയാ തക്കം. പിന്നെ പബ്ലിക്കായിട്ട് നാണം കെടുത്തി ഇവൻ സന്തോഷത്തോടെ ജീവിക്കണ്ട. ഇപ്പോ മറ്റ് യാതൊരു ഗത്യന്തരവും ഇല്ലാതെയാ ഞാൻ നിന്റെ മുന്നിലേക്ക് വന്നത്. ചേച്ചി വിഷമിക്കാതെ കാര്യം പറയാം. ഞാൻ നിന്റെ ആരാ പ്രതാപ? അത് നീ ആദ്യം പറ. ഇതെന്താ ഇങ്ങനെ? ചേച്ചി എന്റെ ആരാണെന്നും ഞാൻ ചേച്ചിയുടെ ആരാണെന്നും നമുക്ക് രണ്ടുപേർക്കും അറിയാലോ. അത് നമ്മുടെ രണ്ടുപേരുടെ മനസ്സുകളല്ലേ. ദീപക്കല്ല എന്റെ മൂത്ത മകൻ, അത് നീയാ എന്റെ പ്രതാപൻ. ഞാൻ ചേച്ചി എന്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ കണ്ടിട്ടുള്ളൂ. അതിനെന്താ എത്ര സംശയം? ഇപ്പൊ എന്താ ചേച്ചി പ്രശ്നം? അത് പറയും. എന്റെ മരുമകള് നിന്റെ ആരാ? അതിനെന്താ എത്ര സംശയം? ചേച്ചിയുടെ മരുമകള് എന്റെയും മരുമകള് തന്നെയല്ലേ? ആണല്ലോ. ആണ്. അതിലെന്താ? അഭയം ചോദിച്ചു വന്ന കൊച്ച
ഇപ്പൊ നമ്മുടെ മരുമകള് നന്ദന. ഉം. ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും പ്രായച്ചിത്തം ആയിക്കോട്ടെ എന്ന് കരുതിയ ദീപക്ക് ആ പെണ്ണിനെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ഞാനും പറഞ്ഞത്. അതിനിപ്പോ എന്താ? അവര് തമ്മിലുള്ള കല്യാണം നമ്മൾ നടത്തി കൊടുത്തില്ലേ? ആരോരും ഇല്ലാത്ത ആ പെങ്കൊച്ചിന്റെ രക്ഷകർത്താക്കള് നമ്മളല്ലേ പ്രതാപ? അതെ, നമ്മള് രക്ഷകർത്താക്കളല്ലെന്ന് നിഷേധിച്ചില്ലല്ലോ. ആ കുട്ടിയോട് നിന്റെ വളർത്തുമകള് ഹൃതിക ഇങ്ങനെ ചെയ്തത് ശരിയാണോ പ്രതാപ? ഹൃതിക നന്ദിനെ തല്ലിയ കാര്യമാണോ ചേച്ചി പറഞ്ഞു വരുന്നത്? അതെ, അത് ഞാൻ കാണുകയും അപ്പോ തന്നെ ശിക്ഷിക്കുകയും ചെയ്തല്ലോ ചേച്ചി. ഞാൻ ഇപ്പോഴാ കണ്ടത് പ്രതാപ. എന്തൊരടിയാ അവളെ അടിച്ചത്. ആ നന്ദനയുടെ വെളുത്ത് ചുമന്ന മുഖം അടികൊണ്ട് കരിഞ്ഞു കിടക്കുക. അതിന്റെ മുഖം കണ്ട് എന്റെ ചങ്ക് പൊട്ടി പ്രതാപ. ഉലയിലെ തീ പടർത്തും പോലെ പറഞ്ഞ് ഇവന്റെ ഉള്ളില് തീ പടർത്തണം. എന്നാലേ ആ ഹൃതികയ്ക്കൊരു പണി കൊടുക്കാൻ പറ്റൂ. ആ കൊച്ചും അതിന്റെ തള്ളയും കൂടി ഇവിടെ കേറി വന്നപ്പോ മുതൽ തുടങ്ങിയതാ ഹൃതികയ്ക്ക് അവളോട് ഈ അംഗം. എടാ, ആ കൊച്ചെന്ത് പിഴച്ചു? ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? തന്നെയുമല്ല, ഈ ഹൃതികയുടെ അഹങ്കാരമേ പറഞ്ഞറിയിക്കാൻ വയ്യ പ്രതാപ. അവള് എന്നോട് പറയുന്നത് പോട്ടെ, നിന്റെ നേരെ വരെ ഇപ്പൊ അവള് വിരളി ചൂണ്ടാൻ തുടങ്ങിയിരിക്കുന്നു. നീ ഇതെല്ലാം ക്ഷമിച്ചു കൊടുക്കുന്നതേ ശരിയാണോ? ചേച്ചി സമാധാനപ്പെടണം. ഞാൻ